ഇന്ന് നമുക്കൊരു വെട്ടുമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് ഈ മാങ്ങ എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. മാങ്ങ ഇതുപോലെ മുഴുവനോടെ വെച്ചാണ് വെട്ടിയെടുക്കേണ്ടത്. ഈ മാങ്ങയുടെ ഈ ഉള്ളിലുള്ള ഈ പരിപ്പ് മാത്രം എടുത്ത് കളയും, ബാക്കിയുള്ളതാണ് വെട്ടി എടുക്കേണ്ടത്. ഇതുപോലെ വലിയ കഷങ്ങളായിട്ട് വെട്ടിയെടുത്ത മാങ്ങയാണിത്. ഇതിൻ്റെ മാങ്ങയണ്ടിക്കകത്തുള്ള ഈ പരിപ്പ് മാത്രം എടുത്ത് കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, കുറച്ച് കായം, ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം. ഇത് കഴുകി വെള്ളം തുടച്ചെടുത്ത മാങ്ങയാണ്. ഉപ്പും മുളകും എല്ലാം കൂടെ പുരട്ടിയ മാങ്ങ നമുക്ക് ഈ ഇലയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു 3 ദിവസം വെയിൽ കൊണ്ടതിന് ശേഷമാണ് അച്ചാറാക്കി എടുക്കേണ്ടത്. ഇത് നമുക്ക് വെയിലത്തോട്ട് വയ്ക്കാം. ഉപ്പ്, മഞ്ഞൾ, കായം, മുളക് പൊടി ഇതെല്ലാം പുരട്ടി 3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയ മാങ്ങയാണ്. ഇത് ഇനി നമുക്ക് അച്ചാറിടാം. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, അഞ്ച് സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കടുക് വറുത്ത് പൊടിച്ചത്, ഉലുവാപ്പൊടി 1 സ്പൂൺ, ആവശ്യത്തിന് കായം, കുറച്ച് വിനാഗിരി, ഉപ്പ്. നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഈ കൂട്ടിലേക്ക്. ഈ അച്ചാറിനകത്ത് അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. ഈ അച്ചാറുണ്ടല്ലോ എത്ര നാൾ വരെ കേടുകൂടാതെ ഇരിക്കും. ഇത് ഞങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ കഴിക്കാറുള്ളതാണ്. കുറച്ച് നല്ലെണ്ണ കൂടെ ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഈ അച്ചാർ ഒരാഴ്ചയ്ക്ക് ശേഷമേ ഉപയോഗിച്ച് തുടങ്ങാവുള്ളൂ, അന്നെങ്കിലേ ഇതിൻ്റെ നല്ല ടേസ്റ്റ് ആയി വരുള്ളൂ. ഇതിൻ്റെ മസാലയെല്ലാം ഈ മാങ്ങയിലേക്ക് പിടിക്കും അന്നേരം. ഇത് വീട്ടിലെ അമ്മ ഉണ്ടാക്കി വെക്കാറുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേടുകൂടാതെ ഇരിക്കുന്ന ഒരു അച്ചാറാണെന്ന് ഞാൻ ഗ്യാരണ്ടിയാണ്.